ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1866. ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതി, 39ാമത്തെ ദിവസത്തിലെത്തി. നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. സത്യത്തില് എവിടെയൊക്കെയാണ് എൻ്റെ നിക്ഷേപങ്ങൾ? ഞാൻ അധ്വാനിച്ചത്, കണ്ടെത്തിയത്, ശേഖരിച്ചത്, സ്വരൂപിച്ചത് ഒരുപാട് വിഭവങ്ങളുണ്ട്. എവിടെയെല്ലാമാണ് അത്? ഒരിക്കൽ അസാധുവാകുന്ന കറൻസികൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായി മാത്രം എൻ്റെ ആയുസ്സും ജീവിതവും ആരോഗ്യവുമൊക്കെ മാറിയോ? ഒട്ടും അർത്ഥമില്ലാത്ത, ഒട്ടും ആഴമില്ലാത്തൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? എല്ലാ നേട്ടങ്ങൾക്കും ഒരു കാലാവധി ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒന്നും ഉപകരിക്കില്ല. ഈ ദേശം വിട്ട്, ഈ ജീവിതം വിട്ടുപോകുമ്പോൾ എത്തുന്നയിടത്ത് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കറൻസികൾ എൻ്റെ കയ്യിൽ വേണ്ടേ? ഓരോ രാജ്യത്തും അതാത് കറൻസികളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഓരോ രാജ്യവും സന്ദർശിക്കുമ്പോൾ അവിടുത്തെ കറൻസികൾ ഇവിടുന്ന് കരുതി കയ്യിൽ സൂക്ഷിക്കുന്നത്. സ്ഥാനവും സമ്പാദ്യവും സുഹൃത്തുക്കളുമെല്ലാം ഒരു കാലത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കില്ല എന്നുകൂടി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. സ്ഥാനത്തിരുന്ന് ചെയ്ത സൽക്കർമ്മങ്ങൾ നിലനിൽക്കും. സമ്പാദ്യങ്ങൾ കൊണ്ട് ചെയ്ത സുഹൃതങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. സുഹൃത്തുക്കൾക്ക് സമ്മാനിച്ച നല്ല സ്നേഹത്തിന്റെ നിമിഷങ്ങളും കൂടെ ഉണ്ടാവും. കാലഹരണപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ? അതുകൊണ്ടാണ് ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ്. ചിലരാവട്ടെ മരിച്ചതിന് ശേഷവും ജീവിച്ചിരിക്കുന്നു. വ്യത്യാസം അവരുടെ കർമ്മങ്ങളുടേതാണ്, അവരുടെ പ്രവർത്തനങ്ങളുടേതാണ്. സ്ഥിരനിക്ഷേപങ്ങൾ മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് മുഴുവൻ സൂക്ഷിക്കേണ്ടത് ബാങ്കുകളിലാണെന്ന തെറ്റിദ്ധാരണയാണ് ഒരാൾ അവനവന്റെ ജീവിതത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനം. എല്ലാ പണമിടപാട് സ്ഥാപനങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടും ഇതുവരെ ഞാൻ ഒരാളുടെ ഹൃദയത്തിൽ പോലും പ്രതിഷ്ഠ നേടിയിട്ടില്ലെങ്കിൽ ഈ പണവും പദവിയും സത്യത്തിൽ എന്തിനായിരുന്നു? ശേഖരിക്കുന്നത് മാത്രമല്ല കേട്ടോ, ചെലവഴിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ നേട്ടമായിട്ട് എണ്ണിത്തുടങ്ങണം. ആർക്കും ഉപകാരപ്പെടാതെ അവശേഷിക്കുന്ന ഞാൻ സ്വരുക്കൂട്ടിയ എന്റെ വിഭവങ്ങൾ ഒടുവിൽ എന്തിനു വേണ്ടിയാവും? അതുകൊണ്ട് നടത്തുന്ന ജീവിതത്തെ ഒന്നുകൂടി പരിശോധിക്കാനും ഒന്നുകൂടി ഇത് പണിതെടുക്കാനും ശ്രദ്ധിക്കണം. എന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ ക്രിസ്തുയേശുവിനെ മറക്കാതിരിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.